നിങ്ങളെ കൊണ്ടൊന്നും പറ്റൂല പിള്ളേരെ. ടെസ്റ്റ് ജയിക്കണമെങ്കിൽ എത്ര സെഞ്ചുറി അടിച്ചാലും എത്ര വലിയ സ്കോർ നേടിയാലും അണ്ണന്മാർ കളത്തിലുണ്ടാകണം. എക്സ്പീരിയൻസ് ആണ് മത്സരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇന്നലെ ഇന്ത്യയുടെ പരാജയത്തിന് പിന്നിൽ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കുകയാണ്. എന്തായാലും അതിനെക്കുറിച്ചിട്ടൊന്നും അല്ല പറയാൻ വേണ്ടിയിട്ട് പോകുന്നത്. ആദ്യത്തെ ടെസ്റ്റ് മാച്ചിൽ ഒരു ശരാശരി ക്രിക്കറ്റ് ആരാധകർ, ഒരു ടെസ്റ്റ് ക്രിക്കറ്റ് പ്രേമി നഷ്ടമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ടാവും. അതിലൊന്നാമത്തത് ഒരു അഹങ്കാരിയാണ്. ഗ്രൗണ്ടിൽ തീയാകുന്ന ആ ഒരു അഹങ്കാരി വിരാട് കോഹ്ലിനെ നമ്മൾ പലരും മിസ് ചെയ്തിട്ടുണ്ടാവും. ഒരു ആറ്റിറ്റ്യൂഡ് കൊണ്ട് ടീമിന്റെ കംപ്ലീറ്റ് ബോഡി ലാംഗ്വേജ് മാറ്റാൻ പറ്റുന്ന ചില താരങ്ങളെ ഉണ്ടാവും. ആ കൂട്ടത്തിൽ ഒരാളാണ് വിരാട് കോഹ്ലി. ടെസ്റ്റ് ക്രിക്കറ്റിൽ പലപ്പോഴും ക്യാച്ചുകൾ മിസ് ചെയ്തപ്പോഴും ടീം എവിടേക്കോ താളം തെറ്റി നിന്നപ്പോഴും ഒക്കെ ആ ഒരു വിരാടിനെ നമ്മൾ മിസ് ചെയ്തിട്ടുണ്ടാവും. അതുപോലെ പ്രഷർ സിറ്റുവേഷൻസ് നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ ഒരു നല്ല ക്യാപ്റ്റൻ്റെ കുറവുണ്ടായിരുന്നു. ഗില്ലിനെ സംബന്ധിച്ചൊരു തുടക്കമാണ്. ഇനി ഒരുപാട് മത്സരങ്ങളിലൂടെ ആയിരിക്കും ഒരു മികച്ച ക്യാപ്റ്റനിലേക്കുള്ള യാത്ര തുടങ്ങുന്നത്. പക്ഷേ രോഹിത്തിനെ പോലെ ക്രിട്ടിക്കൽ സമയങ്ങളിൽ പ്രഷർ സിറ്റുവേഷനുകളിൽ കൂടുതൽ പ്രഷറിലേക്ക് എതിരാളികളെ തള്ളിവിടുന്ന ഒരു ക്യാപ്റ്റനെ നമ്മൾ മിസ് ചെയ്തു. തകർന്ന് തരിപ്പണമാകുന്ന ഒരു വാലറ്റം നമ്മൾ കണ്ടു. അശ്വിനെ പോലെ വാലറ്റത്തിലും ടീമിന് കൃത്യമായ സംഭാവനകൾ നൽകുന്ന ഒരു ഓൾറൗണ്ടറെ നമ്മൾ മിസ് ചെയ്തു. ചോരാത്ത കൈകളുള്ള ഇന്ത്യൻ സ്ലിപ്പ് ഫീൽഡർമാർ, ആ ഒരു കാര്യത്തിലും ഈ തവണ വലിയൊരു മിസ്സിംഗ് ആയിരുന്നു. വിരാടും റഹാനെയും പുജാരയും ഒക്കെ ഒരു സ്ലിപ്പിൽ ചോരാത്ത കൈകളുമായിട്ട് നിൽക്കുന്നത് പലപ്പോഴും നമ്മളുടെ ഓർമ്മയിൽ വരുന്നുണ്ടാവുമല്ലേ. ഇത്തവണ ചോരുന്ന കൈകളായിരുന്നു ഇന്ത്യൻ ടീമിൻ്റെ ഏറ്റവും പ്രധാന വില്ലന്മാരിൽ ഒരാൾ. ഇതൊരു സ്റ്റാർട്ട് മാത്രമാണ്. ഇനി 4 ടെസ്റ്റ് മാച്ചുകളുണ്ട് അവരുടെ മുന്നിൽ തെളിയിക്കാൻ കഴിയട്ടെ. ഗില്ലിനും കൂട്ടർക്കും മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെക്കാൻ കഴിയട്ടെ. ഗംഭീർ സൂപ്പർ സ്റ്റാർ കൾച്ചറൊക്കെ നിർത്തിയിട്ട് അദ്ദേഹത്തിൻ്റെ കീഴിൽ ഒരു പുതിയ ഗംഭീർ യുഗം ക്രിയേറ്റ് ചെയ്യാൻ ശ്രമം നടത്തിക്കൊണ്ടേയിരിക്കുകയാണ്. പക്ഷെ ആ ഒരു ഗംഭീര യുഗം ടെസ്റ്റ് ക്രിക്കറ്റിന് ഇതുവരെ ഏറ്റവും മോശം അവസ്ഥയിൽ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ന്യൂസിലൻഡിനെതിരെയും ഓസ്ട്രേലിയക്കെതിരെയൊക്കെ നമ്മൾ ആ പരാജയത്തിൻ്റെ പ്രശ്നങ്ങൾ കണ്ടതാണ്. എന്നാലും ഇംഗ്ലണ്ടിനെതിരെ ആ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഗംഭീറിനും ഗില്ലിനും കൂട്ടർക്കും ഒക്കെ കഴിയട്ടെ എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഈ ടെസ്റ്റ് മാച്ചിൽ ഏറ്റവും കൂടുതൽ മിസ് ചെയ്തത് എന്താണ്? വിരാട് കോഹ്ലിയുടെ അഗ്രഷനാണോ? വാലറ്റത്തിൽ ഒരു അശ്വിനെയാണോ? ക്യാപ്റ്റൻസിയിൽ രോഹിത് ശർമ്മയാണോ? ബൗളിങ്ങിൽ ബുംറയ്ക്കൊപ്പം കരുത്തനായിട്ടുള്ളൊരു കൂട്ടാണോ? കമൻറ്റ് ബോക്സിൽ പറയണേ.